ബാലു സാറേ, ഇവന്റെ തലയ്ക്ക് പരിക്ക് പറ്റിയത് കൊണ്ട് ഇവൻ എന്തൊക്കെ പിച്ചുപേയും പറയുക. ചിലപ്പോ രാജാവെന്ന് പറയുന്നു, ചിലപ്പോൾ നോർമൽ ആകുന്നു, ഇടയ്ക്കിടയ്ക്കെല്ലാം മറന്നു പോവുകയും ചെയ്യുന്നു. ഡോക്ടർ സാറേ, ഇവന്റെ അസുഖം ശരിയാകുമോ? കാരണം ഇവന്റെ അസുഖം മാറിയില്ലെങ്കിൽ നമ്മളെല്ലാം തീർച്ചയായും വട്ടന്മാരായി മാറും. സംശയമുണ്ടോ? സംശയമില്ല, എനിക്ക് തീർച്ചയായിട്ടും അറിയാം കണ്ണ സാറേ. നിങ്ങൾ ഞങ്ങളോടൊപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും ബാങ്കിൽ നിങ്ങൾ താമസിച്ചേ പോവുള്ളൂ. കണ്ടോ ഡോക്ടർ സാറേ, ഇങ്ങനെ മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവൻ. ഹണി, ഞാൻ എവിടെയാണ്? ഹണി, ഞാൻ എവിടെയാണ്? ഹണി, ഞാൻ എവിടെയാണെന്ന് പറയേ. ഹണി, ഞാൻ എവിടെയാണ്? ഹണി, ഹണി എഴുന്നേക്ക്. എന്താ സംഭവിച്ചത്? കിറ്റി, വേഗം പോയി വെള്ളം എടുത്തോണ്ട് വാ. ഇതാ ബണ്ണി. ഹണി, വേഗം എഴുന്നേൽക്ക്. എന്താ നിനക്ക് സംഭവിച്ചത്? അമ്മച്ചി. അല്ല, നിങ്ങൾ എന്തിനാ എല്ലാരും ഇവിടെ കൂടിയിരിക്കുന്നേ? കാരണം നീ ഇവിടെ തല കറങ്ങി വീണു, അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം പേടിച്ചു പോയത്. സംശയമുണ്ടോ? ഒരു സംശയമുള്ള രാജൻ, അടുത്ത രാജ്യത്തിലെ സേനാധിപതി നമ്മളെ രാജ്യത്തെ ആക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ബോധം കെട്ട് വീണുപോയത്. സോറി, കുറച്ച് സമയം വൈകിപ്പോയി. തലയിൽ പരിക്ക് പറ്റിയതല്ലേ, അതുകൊണ്ട് ഇവന് ബോധം പോയതായിരിക്കും. വാ, നമുക്ക് ഇവനെ വീട്ടിന്റെ അകത്തേക്ക് കൊണ്ടുപോകാം. ഹണി, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? നിനക്ക് വേറെ പരിക്കൊന്നും പറ്റിയില്ലല്ലോ? എനിക്ക് അങ്ങനെ പരിക്ക് പറ്റാനാ? ഞാനിപ്പോ കിടക്കേന്ന് എഴുന്നേറ്റല്ലേ ഉള്ളൂ. സോറി, ഞാനിന്ന് എഴുന്നേൽക്കാനേ കുറച്ച് സമയം വൈകിപ്പോയി. അങ്ങനെയാണെങ്കിൽ നിനക്കൊന്നും ഓർമ്മയില്ലേ? എനിക്കെല്ലാം ഓർമ്മയുണ്ട് കണ്ണ സാർ. എടാ, ഞാൻ കന്നാ സാർ അല്ല, ഞാൻ പോപ്പറ്റാണ്. തത്തമ്മ വെളുത്ത നിറത്തിലാ ഉണ്ടാവുക, ചുവന്ന നിറത്തിലല്ല. കുറുക്കാൻ കുറുക്കാന്ന് പറഞ്ഞ സൗണ്ട് കൊടുക്കുകയും ചെയ്യും. അല്ല, ഇവൻ എന്താണ് ഈ സംഭവിച്ചത്? എന്തിനാണ് ഇവൻ ഇങ്ങനെ പിച്ചും പെയ്യൊക്കെ പറയുന്നത്? ഓ, ഇവന്റെ തലയ്ക്ക് പരിക്ക് പറ്റിയത് കൊണ്ട് ഇവനെല്ലാം മറന്നെന്നാ തോന്നുന്നേ. വേഗം വാ, ഇവനെ നമുക്ക് ഡോക്ടർ ബാലുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സൈനികരെ, നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാ മതിയോ? വേഗം എനിക്കുള്ള ആഹാരത്തിനുള്ള ഏർപ്പാടുണ്ടാക്കൂ. എന്ത്? വരൂ മഹാരാജൻ, അങ്ങയ്ക്കുള്ള ആഹാരം അങ്ങയുടെ അന്തപുരത്തിനകത്ത് കഴിക്കാനായി വെച്ചിട്ടുണ്ട്. മഹാരാജൻ വന്നാലും. പോകൂ. മഹാരാജൻ, അങ്ങ് നന്നായിട്ട് സംഗീതം ആസ്വദിക്കൂ. അല്ല, എന്താണ് ഇപ്പൊ ഇത്ര നമ്മൾ കുടുങ്ങി. ഇത്ര വേഗത്തിൽ നിങ്ങൾ എവിടെയാണ് പോകുന്നത്? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? പാണ്ഡ സാറേ, ഞങ്ങള് കളിക്കുകയായിരുന്നു. കളിച്ചുകൊണ്ടിരുന്നപ്പോ ഹണി പെട്ടെന്ന് താഴെ വീണു. അവന്റെ തലയിൽ പരിക്ക് പറ്റി. ഞങ്ങൾ ഡോക്ടർ ബാലുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുക. ഹണി, വലിയ രീതിയിലൊന്നും പരിക്ക് പറ്റിയില്ലല്ലോ അല്ലേ? പോസ്റ്റ്മാൻ അങ്കിൾ, അങ്ങ് ഈ റോട്ടിൽ എന്തെടുക്കാണ്? ഇന്ന് കത്ത് കൊടുക്കാനൊന്നും പോയില്ലേ? ഹണി, ഞാൻ പോസ്റ്റ്മാൻ ഒന്നുമല്ല. പിന്നെന്തിനാണ് അങ്ങ് പോസ്റ്റ്മാന്റെ യൂണിഫോം ഇട്ടിരിക്കുന്നത്? ഇത് പോസ്റ്റ്മാന്റെ ഡ്രസ് അല്ല, ഇൻസ്പെക്ടറിന്റെ ഡ്രസ് ആണ്. എന്താണെങ്കിലും ശരി, നീ ഉടൻ തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് പോകേണ്ടത് അത്യാവശ്യമാണ്. എന്റെ വീട്ടിലെ ഫ്രിഡ്ജിന് ഒരു പ്രശ്നമില്ലല്ലോ, പിന്നെന്തിനാ ഞാൻ ഡോക്ടറിന്റെ അടുത്തേക്ക് പോകേണ്ടത്? എടാ, ഡോക്ടർ ഫ്രിഡ്ജ് ഒന്നും നന്നാക്കുകയില്ല. അതെയോ? ഫ്രിഡ്ജ് പോലും നന്നാക്കാൻ അറിയില്ലേ? പിന്നെ ആരാണ് അദ്ദേഹത്തെ ഡോക്ടറാക്കിയത്? ഹണി, ഡോക്ടർ അസുഖത്തെയാണ് ശരിയാക്കുന്നത്. പക്ഷെ എന്റെ അടുത്താണെങ്കിൽ അസുഖമൊന്നും തന്നെ ഇല്ലല്ലോ. അതുകൊണ്ട് എന്റെ തുണി ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ടാണ് നനയ്ക്കുന്നത്. എടാ, അത് അസുഖമല്ല, അതിന് വാഷിംഗ് മെഷീൻ എന്നാണ് പറയുന്നത്. നിങ്ങളെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഡോക്ടർ. അടുത്ത പ്രാവശ്യം നിങ്ങൾ ആരെ കണ്ടാലും നിങ്ങൾ മായാജാല മരുന്ന് തീർച്ചയായും കൊടുക്കണം. എന്ത് ചെയ്യും ഞാൻ? ഇവിടെ നിന്ന് വേഗം ഇവനെ കൊണ്ടുപോകൂ. ഇവൻ കുറച്ചുകൂടി ഇവിടെ നിന്നാൽ ഡോക്ടറുടെ അടുത്തേക്ക് പോകേണ്ടത് ഇവനല്ല, തീർച്ചയായും ഞാനായിരിക്കും. നിങ്ങൾ എന്തിനു വേണ്ടിയാ ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നത്? നിങ്ങളുടെ വാഷിംഗ് മെഷീനും റിപ്പയർ ആയി പോയോ? അല്ലല്ല, എന്റെ തലയ്ക്കാണ് പ്രശ്നമായത്. കാരണം നിന്റെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ചു പോയി.
അതെയോ, തലക്കകത്താണോ പ്രശ്നം? എങ്കിൽ വേഗം അങ്ങ് പോയി ഏതെങ്കിലും ഇലക്ട്രീഷ്യന്റെ അടുത്ത് തല കാണിക്കേ, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആവാൻ സാധ്യതയുണ്ട്. ഈഷ്, ആ, അല്ലെന്ന് കേട്ടായി, അങ്ങനെ കുതിരയെ എടുത്തോണ്ട് പോവാൻ നോക്ക്. ഈഷ്, ബണ്ണി, എന്റെ ജീപ്പ് ഒന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേക്ക്. വരൂ മഹാരാജൻ, കുതിരയിലേക്ക് കയറിയാലും അങ്ങക്ക് നന്നായിട്ട് റൈഡ് ചെയ്യണ്ടേ. നിനക്കെന്താടാ വട്ട് പിടിച്ചിരിക്കുകയാണോ? ഇത് കുതിരയല്ല, ഇത് ഇൻസ്പെക്ടർ പാണ്ഡെയുടെ ജീപ്പാണ്. വേഗം വാ, നമുക്ക് ഉടൻ തന്നെ ഇവനെ ഡോക്ടറിന്റെ അടുത്തേക്ക് എത്തിക്കാം. ഇവന്റെ അവസ്ഥ ഇപ്പൊ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ, നമുക്ക് വേഗം പോകാം. ബാലു സാറേ, ഇവന്റെ തലയ്ക്ക് പരിക്ക് പറ്റിയത് കൊണ്ട് ഇവൻ എന്തൊക്കെയോ പിച്ചുപേയും പറയുക. ചിലപ്പോ രാജാവെന്ന് പറയുന്നു, ചിലപ്പോ നോർമൽ ആകുന്നു, ഇടയ്ക്കിടയ്ക്കെല്ലാം മറന്നു പോവുകയും ചെയ്യുന്നു. ഡോക്ടർ സാറേ, ഇവന്റെ അസുഖം ശരിയാകുമോ? കാരണം ഇവന്റെ അസുഖം മാറിയില്ലെങ്കിൽ നമ്മളെല്ലാം തീർച്ചയായും വട്ടന്മാരായി മാറും. സംശയമുണ്ടോ? സംശയമില്ല, എനിക്ക് തീർച്ചയായിട്ടും അറിയാം കണ്ണ സാറേ. നിങ്ങൾ ഞങ്ങളോടൊപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും ബാങ്കിൽ നിങ്ങൾ താമസിച്ചേ പോവുള്ളൂ. കണ്ടോ ഡോക്ടർ സാറേ, ഇങ്ങനെ മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവൻ. എന്നെ കന്നാ സാറെന്ന് വിളിക്കുന്നു. അത് ശരി. അപ്പൊ പ്രശ്നം ഇതാണല്ലേ? പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ പ്രശ്നം എനിക്ക് ഒരിക്കൽ സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ദിവസം ഞാൻ ക്രിക്കറ്റ് കാണാൻ വേണ്ടി പോയി. ടിക്കറ്റ് കൗണ്ടറിലെ ലൈൻ വളരെ നീണ്ടതായിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് വാങ്ങാനുള്ള എന്റെ നമ്പർ എത്തി. അപ്പോൾ ആരെ വിളിച്ചു പറഞ്ഞു, സുരേഷ് ഇങ്ങോട്ട് വരൂ. അപ്പൊ ഞാൻ ലൈനിൽ നിന്ന് മാറി വിളിച്ച ആളുടെ അടുത്തേക്ക് പോയി. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, എന്റെ പേര് സുരേഷ് എന്നേയല്ല, ഞാൻ ഡോക്ടർ ബാലു ആണെന്ന്. അതുകൊണ്ട് എനിക്ക് വീണ്ടും 1 മണിക്കൂർ കൂടി ലൈനിൽ നിൽക്കേണ്ടി വന്നു. എന്റെ അമ്മച്ചി, ഇതൊരു വലിയ പ്രശ്നമേ അല്ല. ഒരു ദിവസം ഞാൻ ക്ലിനിക്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കോൾ വന്നു. എന്റെ മകൻ സ്കൂളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന്. പ്രിൻസിപ്പളോടും തന്നെ വരാൻ പറഞ്ഞു. 1 മണിക്കൂർ കൊണ്ട് ട്രെയിൻ പിടിച്ച് ഞാൻ സ്കൂളിലേക്ക് എത്തി. പിന്നെ ഓർമ്മ വന്നത് എന്റെ കല്യാണമേ കഴിഞ്ഞിട്ടില്ല എന്ന്. പിന്നെ എങ്ങനെ എനിക്ക് മോനുണ്ടാവുക? ഒരിക്കൽ എന്റെ മുത്തശ്ശൻ ഇതുപോലത്തെ ഒരു പ്രശ്നം ഉണ്ടായി. ഒരു ദിവസം മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് അദ്ദേഹത്തിന് ഫോൺ വന്നു. നമ്മുടെ പുതിയതായി ജോയിൻ ആയ വേലക്കാരൻ എന്റെ അനിയനെ ഒരുപാട് തല്ലി എന്ന് പറഞ്ഞു. ഉടൻ തന്നെ മുത്തശ്ശൻ വീട്ടിലേക്ക് വന്നു. അപ്പൊ തന്നെ ആ വേലക്കാരനെ ചവിട്ടി പുറത്താക്കുകയും ചെയ്തു. അനിയന് ഒരു 100 രൂപ കൊടുത്തിട്ട് അദ്ദേഹം വീണ്ടും ജോലി സ്ഥലത്തേക്ക് തിരിച്ചുപോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം ഓർമ്മ വന്നു. അദ്ദേഹം ചവിട്ടി പുറത്താക്കിയത് ആരെയാണെന്നറിയാമോ? അത് മുത്തശ്ശിയുടെ അനിയനായിരുന്നു. ആ 100 രൂപ കൊടുത്തതോ വേലക്കാരനായിരുന്നു. നിങ്ങൾ ഈ കഥ പറയുന്ന ഒന്ന് നിർത്തിയിട്ട് ഹണിയെ വേഗം ഒന്ന് ചികിത്സിക്കാമോ? ഓ, അതെ അതെ, തീർച്ചയായും. പിന്നെ ഹണി, നീ നിന്റെ അസുഖത്തെ കുറിച്ച് വേഗം പറ. ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് നിന്റെ മനസ്സിനകത്ത് നിനക്ക് എന്താണ് ഇപ്പോൾ തോന്നുന്നത്? എന്താണ് എന്റെ വക്കീൽ സാറേ, പ്രശ്നമേ ഇല്ലാത്ത എന്നെ എന്തിനാ പ്രശ്നക്കാരനാക്കുന്നേ? എനിക്കൊരു അസുഖവും ഇല്ല. നാളെ നമ്മുടെ കോർട്ടിലുള്ള കേസിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കോർട്ടിൽ ഞാൻ എന്താണ് സംസാരിക്കേണ്ടതെന്ന് അങ്ങാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്. വക്കീൽ സാറേ, അല്ല ഹണി, നീ ഞാനൊരു ഡോക്ടർ എന്ന കാര്യം മറന്നിരിക്കുകയാണ്. വക്കീൽ സാറേ, അങ്ങയുടെ സെൻസ് ഓഫ് ഹ്യൂമർ എന്തായാലും നന്നായിട്ടുണ്ട്. എനിക്കൊന്നും അറിയില്ല. ഒരു കാര്യം മാത്രം ഓർമ്മയുണ്ട്, എന്റെ അമ്മ 2 കിലോ ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു. ആ പിന്നെ അങ്ങ് എന്നോട് കോർട്ടിൽ എന്ത് സംസാരിക്കാൻ പറഞ്ഞു, അത് മാത്രമേ ഞാൻ അവിടെ സംസാരിക്കുകയുള്ളൂ. നോക്കൂ ഹണി, നീ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. ബണ്ണി നിന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നിന്റെ അസുഖം മാറാൻ വേണ്ടിയല്ലേ? ഇൻസ്പെക്ടർ സാർ, അന്നത്തെ രാത്രി വല്ലാത്ത ഇരുട്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് കള്ളനെ ശരിക്കും കാണാൻ കഴിയാതെ പോയത്. അവനെ കാണാൻ അത്ര തടിയൊന്നും ഉണ്ടായിരുന്നില്ല, കൂടാതെ വലിയ താടിയും ഉണ്ടായിരുന്നു. എന്നാൽ ഇരുട്ടായിരുന്നത് കൊണ്ട് ഒരു കാര്യം മാത്രം എനിക്ക് പിടികിട്ടിയിരുന്നില്ല, വന്നത് സ്ത്രീയാണോ അതോ പുരുഷനാണോ എന്ന്. എനിക്ക് തോന്നുന്നത് നിന്നെ ഉടൻ തന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ്. അങ്ങ് എന്താണ് പറയുന്നത് ഇൻസ്പെക്ടർ സാർ? മോഷണം പോയ സാധനം എങ്ങനെയാണ് നമുക്ക് തിരിച്ചു വാങ്ങാൻ കഴിയുക? കാരണം അത് മോഷണം പോയല്ലോ, നടക്കില്ല. അങ്ങ് അവരോട് എന്ത് പറഞ്ഞാലും ശരി, അങ്ങേക്കോട്ട് എന്ത് ചെയ്യാൻ കഴിയുമെങ്കിലും ശരി, അവനെ അഡ്മിറ്റ് ചെയ്യാൻ മാത്രം കഴിയില്ല. എനിക്ക് തോന്നുന്നത് ഇവന് വട്ടുപിടിച്ചു എന്നാണ്. എന്ത് പറ്റി ഡോക്ടർ ഡെൻ? എന്ന് മുതലാണ് നിങ്ങൾക്ക് ഈ അസുഖം തുടങ്ങിയത്? എന്തസുഖം? നിങ്ങൾ ഇങ്ങനെ തനിച്ച് സംസാരിക്കുന്ന അസുഖം. ഇത് വലിയ ആപത്ത് പിടിച്ച അസുഖമാണ്. നീ എന്ത് പണ്ടത്തരായി പറയുന്നത്? എനിക്കൊരു അസുഖവും ഇല്ല. തന്നെയല്ല, എന്റെ പേര് ഡോക്ടർ ഡെൻ എന്നല്ല, ഡോക്ടർ ബാലു എന്നാണ്. ഇദ്ദേഹം രോഗത്തെ മറച്ചു വെക്കുകയാണ്. നോക്ക്, നീ ഇപ്പൊ എന്ത് ചെയ്യുന്നുവോ അത് ഞാൻ കുറച്ചു മുമ്പേ ചെയ്തുകൊണ്ടിരുന്നതാണ്.
അങ്ങ് എന്താണ് പറയുന്നത്? ഇങ്ങനെ തനിച്ച് സംസാരിക്കുന്നത്? എങ്കിൽ പിന്നെ അഡ്മിറ്റ് ചെയ്യാം. അങ്ങ് അങ്ങയോട് തന്നെ സംസാരിച്ചോണ്ടിരിക്കില്ലേ? ശരി. ദാറ്റ്സ് ഓൾ മൈ ലോർഡ്. കണ്ടില്ലേ, ഇപ്പോൾ കുറ്റവാളി തന്റെ കുറ്റത്തെ ഇവിടെ ഏറ്റു പറഞ്ഞിരിക്കുകയാണ്. ഇദ്ദേഹത്തെ ഉടൻ തന്നെ തുറകിലടക്കൂ. ഹണി, നീ എന്തൊക്കെയായി പറയുന്നേ? എനിക്ക് തോന്നുന്നത് ഡോക്ടർ ബാലുവിന്റെ ഹോസ്പിറ്റലിൽ ഡോക്ടർ ബാലുവിനെ തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമെന്നാ. ഡോക്ടർ സാർ, ഇവനെ എങ്ങനെയെങ്കിലും ചികിത്സിച്ചെടുക്കണം. ഇല്ല ഡോക്ടർ ഡെൻ, ഞാൻ അങ്ങയുടെ കയ്യിൽ അകപ്പെടുകയില്ല. പിടിക്കവനെ, പിടിക്ക. എടാ ഹണി, നിൽക്ക്. എടാ, നീ എന്താണ് ഈ കാണിക്കുന്നത്? നിക്ക്. എടാ നിൽക്ക്. അല്ല, നിങ്ങൾക്കൊക്കെ എന്താ സംഭവിച്ചത്? നിങ്ങൾ എന്താ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അല്ല, പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാനിങ്ങനെ ഡോക്ടർ ബാലുവിന്റെ ഹോസ്പിറ്റലിൽ എത്തിയത് നമ്മൾ വീട്ടിൽ കളിച്ചോണ്ടിരിക്കുകയായിരുന്നില്ലേ? അവിടെ നിന്ന് എങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്? അത് വലിയൊരു കഥയാണ് അളിയ. നീ വാ, വീട്ടിൽ പോകുന്ന വഴിക്ക് എല്ലാം ഞാൻ പറയാം.